നമസ്കാരം. വടശ്ശേരി ദാമോദരൻ സതീശൻ അഥവാ VD സതീശൻ ഈ കോൺഗ്രസ് നേതാവാണെന്ന് കേരളത്തിന്റെ റിയൽ ക്യാപ്റ്റനായി മാറിയിരിക്കുന്നത്. 2021 VD സതീശൻ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടത്തിൽ പിണറായി സത്തിന്റെ തേരോട്ടത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയത് VD സതീശനാണ്. അവിടെ നിന്ന് അയാൾ പാർട്ടിയെയും മുന്നണിയെയും കൈപിടിച്ചുയർത്തി. വിവിധ സർവേകൾ ഇടതുപക്ഷത്തിന് വിജയം പ്രവചിക്കുമ്പോൾ സതീശൻ അക്ഷോഭ്യനായിരുന്നു. 100 സീറ്റ് നേടിയുള്ള വിജയത്തിൽ കുറഞ്ഞൊന്നും അയാൾ പ്രതീക്ഷിച്ചില്ല. അത് കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ് അണികളിൽ ആത്മവിശ്വാസം നിറച്ചു. ഇപ്പോൾ ടീം UDFന്റെ നായകനായി അദ്ദേഹം മാറി. കഠിനാധ്വാനത്തിലൂടെയും വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കാനുള്ള മികവിലൂടെയും കേരള രാഷ്ട്രീയത്തിന് അമരത്തെത്തിയ നേതാവാണ് VD സതീശൻ. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലും അത് കടന്ന് നിയുക്ത മുഖ്യമന്ത്രി നിലയിലും നിൽക്കുമ്പോൾ അത് പൊരുതി നേടിയ വിജയങ്ങളുടെ കഥയാണ്. ശരിക്കും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന രാഷ്ട്രീയ അത്ഭുതമാണ് അദ്ദേഹം. എല്ലാം തളികയിൽ വെച്ച് കിട്ടിയ നേതാവല്ല VD സതീശൻ. കോൺഗ്രസിലെ പതിവ് രീതി അനുസരിച്ച് മക്കൾ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളുമല്ല. യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിലാണ് ജനനം. പിതാവ് K ദാമോദര മേനോൻ കൊച്ചിൻ റിഫൈനറീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവ് V വിലാസിനി, അമ്മ വീട്ടമ്മയാണ്. ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയത്. സ്കൂൾ പഠനകാലത്ത് കിലോമീറ്ററുകളോളം നടന്നുപോയാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. VD സതീശന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയായിരുന്നു. സ്കൂൾ പഠനകാലത്ത് പനങ്ങാട് ഹൈസ്കൂളിലെ സ്കൂൾ ലീഡറായിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ നേതൃപാടവം അറിയിച്ചത്. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് KSUയുടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായി. സതീശന്റെ റോൾ മോഡൽ കോൺഗ്രസ് നേതാവായ G കാർത്തികേയനായിരുന്നു. കാർത്തികേയന്റെ പ്രസംഗ ശൈലിയും രാഷ്ട്രീയ നിലപാടുകളുമാണ് തന്നെ ഏറെ സ്വാധീനിച്ചതെന്നും പ്രസംഗങ്ങളിൽ കാർത്തികേയന്റെ ശൈലി അനുകരിക്കാൻ ശ്രമിച്ചിരുന്നതായും സതീശൻ പറഞ്ഞിട്ടുണ്ട്. നന്നായി സംസാരിക്കാൻ അറിയുന്ന സതീശൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയനായി. തേവര സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. തുടർന്ന് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ്, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കി. നിയമത്തിൽ ബിരുദാനന്തര ബിരുദം. 1986-87 കാലഘട്ടത്തിൽ MG സർവകലാശാല യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. SFIയുടെ ശക്തമായ സ്വാധീനത്തെ മറികടന്നുള്ള വിജയം സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു. കോളേജ് കാലത്ത് പ്രസംഗ മത്സരങ്ങളിലെ സ്ഥിരം നേതാവായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നടന്ന പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്. ഈ മികവാണ് അദ്ദേഹത്തെ KSUവിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചത്. വിദ്യാർത്ഥി നേതാവിൻ നിലവിലുള്ള മികവ് പരിഗണിച്ച് അദ്ദേഹം NSUI ദേശീയ സെക്രട്ടറിയായി മാറി. അന്ന് ദേശീയ അധ്യക്ഷനായിരുന്ന മുകുൾ വാസ്നിക്കൊപ്പം ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യാനും രാഷ്ട്രീയ അനുഭവങ്ങൾ നേടാനും സതീശനെ സഹായിച്ചു. KSU കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി നിരവധി സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഒരിക്കൽ സെക്രട്ടേറിയറ്റ് മാർച്ചിടെ പോലീസിന്റെ ലാത്തിചാർജിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. MG കേരള സർവകലാശാലയിൽ യൂണിയൻ കൗൺസിലറായും സതീശൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാവുന്നതും പിന്നീട് പല ഘട്ടങ്ങളിലായി പറവൂരിൽ നിന്ന് തുടർച്ചയായി മത്സരിക്കുകയും അവിടുത്തെ നിയമസഭാ സാമാജികനാവുകയും പിന്നീട് ഏറ്റവും ഒടുക്കം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തത്. കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയേക്കാൾ കഠിനമായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. തുടർച്ചയായി 10 വർഷങ്ങൾ അധികാരത്തിൽ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും മടുത്തുപോയ അല്ലെങ്കിൽ പ്രതീക്ഷകളില്ലാത്ത ഒരു മുന്നണിയെ അദ്ദേഹം നെടുനായകത്വം നിർത്തി അദ്ദേഹം നയിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഓരോ കണക്കുകൂട്ടലും കൃത്യമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പുകളിൽ സതീശൻ എന്താണോ പറഞ്ഞത് അതാണ് നടന്നത്. ഇപ്പോൾ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ തന്നെ നേരിയ ഭൂരിപക്ഷം മാത്രം പ്രവചിച്ചപ്പോൾ അദ്ദേഹം നിശബ്ദനായിരുന്നു. ഇപ്പോൾ VD സതീശൻ പറഞ്ഞത് അച്ചട്ടായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദീർഘവീക്ഷണം തന്നെയാണ് ഇതിന് പിന്നിലുള്ള കാരണം.